ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ 2ാം ദിനം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മരണയിൽ നിറഞ്ഞു നിന്നു. ഈ മാസം 17-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച സമ്മേളനത്തിലെ 2ാം ദിവസം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായാണ് മാറ്റിവെച്ചത്. ചരമോപചാരം അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും മറ്റും അനുസ്മരിച്ചു. തുടർന്ന് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് മൗനം പാലിച്ച് ആദരമർപ്പിച്ച ശേഷം സഭ ഇന്ന് പിരിയുകയായിരുന്നു. നാളെ മുതൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. സ്പീക്കർ AN ഷംസീറാണ് ചരമോപചാരം അവതരിപ്പിച്ചത്. ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സാമ്പത്തിക വിദഗ്ധൻ, അക്കാദമിക് പണ്ഡിതൻ, ഉന്നത ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രി എന്ന നിലയിലാകും മൻമോഹൻ സിംഗിനെ കാലം അടയാളപ്പെടുത്തുക. പ്രഗത്ഭനായ ഒരു ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനു പുറമെ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ, മാതൃകാ അധ്യാപകൻ, പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ, രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ അടിസ്ഥാന ഘന വ്യവസായങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഉദ്യമങ്ങൾക്കാണ് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ പ്രാമുഖ്യം നൽകിയത്. എന്നാൽ തന്റെ ഗവേഷണ പ്രബന്ധത്തിൽ എന്ന പോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും കയറ്റുമതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നയം സ്വീകരിക്കണമെന്നതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക കാര്യങ്ങളിലെ അഭിപ്രായം. ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ കാതലായ പങ്ക് വഹിക്കുന്ന എല്ലാ പദവികളും വഹിച്ച മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. 2004 അധികാരത്തിൽ വന്ന UPA നയിച്ച മൻമോഹൻ സിംഗ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തുകയുണ്ടായെന്നും അദ്ദേഹം അനുസ്മരിച്ചു. വിസ്മയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ലോകം മുഴുവൻ ആദരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിരുന്നപ്പോൾ അതുവരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ച് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കി. വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ലോകം മാറുമ്പോൾ നമ്മളും മാറണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നയം. സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണമെന്ന നടപടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ലോകം തകർന്നപ്പോൾ അടിപതറാതെ അതിനെ നേരിട്ട ഏകരാജ്യം ഇന്ത്യയായിരുന്നു. രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണീരൊപ്പാൻ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ചരിത്രമായി കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് അനുസ്മരിച്ചു. അധ്യാപകൻ, ഗവേഷകൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ടെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് E ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം നടപ്പാക്കിയ സ്വകാര്യവൽക്കരണ, ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങളെക്കുറിച്ച് അന്നും ഇന്നും എന്നും വിമർശനമുണ്ട്. എന്നാൽ അതുണ്ടാക്കിയ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. അസാധാരണ വൈദഗ്ധ്യത്തോടെയാണ് അദ്ദേഹം അത് നടപ്പാക്കിയത്. ഒരു കാര്യവും തൻ്റെ പേരിൽ അറിയപ്പെടാതിരിക്കണമെന്നും രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിനു വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്ത്യയുടെ രക്ഷകനെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിളിച്ചാൽ തെറ്റില്ലെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ കരുതൽ ശേഖരം പോലും കടം വെച്ച് ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് അദ്ദേഹം ധനമന്ത്രിയായത്. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകുമായിരുന്നു. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാതെ രക്ഷയില്ലെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുള്ള പരിഷ്കാരങ്ങൾ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മാറ്റങ്ങളുടെ നായകനും സംശുദ്ധമായ ജീവിതത്തിന്റെ പ്രതീകവുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് മന്ത്രിയും കേരള കോൺഗ്രസ് കക്ഷി നേതാവുമായ റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു.
നമ്മളെല്ലാം മറികടക്കുമെന്ന് തൻ്റെ കന്നി ബജറ്റിൽ പറഞ്ഞത് മൻമോഹൻ സിംഗ് നടപ്പിലാക്കി. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധൻ എന്നാണ് വിലയിരുത്തുന്നത്. സാമ്പത്തികമായി തകർന്നിരുന്ന ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ധനമന്ത്രി എന്ന നിലയിലെ മൻമോഹൻ സിംഗിന്റെ നടപടികൾ. അത് രാജ്യത്തെ രക്ഷിച്ചു. രണ്ടാം UPA സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും മൻമോഹൻ സിംഗിനെ ആരും വിമർശിച്ചിരുന്നില്ലെന്നും ശ്രീ റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് സുസ്ഥിര വികസന സാഹചര്യം ഉറപ്പുവരുത്തിയ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഉപനേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ദേശീയപാതാ വികസനത്തിന്റെ നട്ടെല്ല് മൻമോഹൻ സിംഗ് ആയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ കുറച്ചു കണ്ടില്ലെങ്കിലും സ്വകാര്യ മൂലധനത്തിന് പിന്നാലെ പോകാത്ത രാജ്യങ്ങളും വികസന പാതയിലെത്തിയ ചരിത്രം ജനതാദൾ എസ് നിയമസഭാ കക്ഷി നേതാവ് മാത്യു ടി തോമസ് ചൂണ്ടിക്കാട്ടി. അന്നുവരെ ഭരിച്ചിരുന്ന പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതും രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നടപ്പാക്കിയിരുന്നതിൽ നിന്നുള്ള വ്യതിയാനപ്പെട്ടതുമായ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നുവെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. ജനാധിപത്യം നൽകിയ ഏറ്റവും വലിയ പദവിയിലും വിനയവും കാഴ്ചപ്പാടുമൊക്കെ പുലർത്തിയ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് കേരള കോൺഗ്രസ് ജേക്കബ് കക്ഷി നേതാവ് അനൂപ് ജേക്കബ് അനുസ്മരിച്ചു. രാജ്യത്ത് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ സാമൂഹിക നീതിയോടെ നീങ്ങണമെന്നത് അദ്ദേഹം ഉറപ്പാക്കിയിരുന്നുവെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ അനുസ്മരണമെന്ന് NCP നേതാവ് തോമസ് കെ തോമസ് അഭിപ്രായപ്പെട്ടു. ഔദ്യോഗിക ജീവിതത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മന്ത്രിയും കേരള കോൺഗ്രസ് ബി നേതാവുമായ KB ഗണേഷ് കുമാർ പറഞ്ഞു. സാധാരണക്കാരന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും ശ്രീ ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്കകത്തും പുറത്തും ദീപ്തമായ വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ് എന്ന് മന്ത്രിയും കോൺഗ്രസ് എസ് നേതാവുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ ഗുണവും ദോഷവും വിലയിരുത്തിക്കോട്ടെ, എന്നാൽ അത് കൊണ്ടുവന്ന മാറ്റങ്ങൾ വലുതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ ശ്രദ്ധേയവും രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണെന്ന് രാഷ്ട്രീയ ജനതാദൾ നേതാവ് KP മോഹനൻ പറഞ്ഞു. ലഭിച്ച എല്ലാ പദവികളിലും തന്റെ കഴിവ് വിന്യസിക്കാൻ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നുവെന്ന് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു അനുസ്മരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി സാമ്പത്തിക വിദഗ്ധൻ എന്ന് അഭിപ്രായപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും ആന്റണി രാജു പറഞ്ഞു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നിലപാടുകളിൽ വിയോജിപ്പുള്ളവർക്ക് പോലും സമന്വയത്തിന്റെ സ്വഭാവം മൂലം യോജിച്ചു പോകേണ്ടി വന്നുവെന്ന് INL നേതാവ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. വ്യക്തമായ വീക്ഷണങ്ങളിലൂടെയും ധാരണകളിലൂടെയും രാജ്യത്തെ നയിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ചൂണ്ടിക്കാട്ടിയ മാണി കാപ്പൻ അദ്ദേഹത്തെ കാണാൻ പോയ അനുഭവം പങ്കുവച്ചു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.